കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ നൽകും എന്ന് പറയുന്നു. അത് എത്രത്തോളം ഗുണം ചെയ്യും? അത് നല്ല കാര്യമാണോ? നല്ല കാര്യമാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇതിനെപ്പറ്റി. ഞാനൊരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബസ്സിലൊക്കെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് എങ്ങനെ കാണുന്നു? വളരെ നല്ലതാണ്. നല്ല കാര്യം. കർണാടകത്തിലൊക്കെ വിജയിച്ചതാണ്. നല്ല കാര്യമാണ്. വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ കൊടുക്കുന്ന ഒരു പദ്ധതി വരുന്നു എന്ന് ഒരു CM-ൻ്റെതല്ല, രാഹുൽ ഗാന്ധി വന്ന് നടത്തിയൊരു പ്രഖ്യാപനമാണ്. നടപ്പിലാവേച്ചാൽ കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും. ഇത് കർണാടകയിലും തെലുങ്കാനയിലും നടന്നു കഴിഞ്ഞതാണ്. കേട്ടിരുന്നു. നടപ്പിലാവാച്ചാൽ കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും. കാരണം എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. അത്യാവശ്യം നല്ല എക്കണോമിക്കലി നല്ല വെല്ലായിട്ടുള്ള ആൾക്കാരുണ്ട്, ഡൗൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അങ്ങനത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാളായിരിക്കും തോന്നുന്നില്ല. എനിക്ക് അത്രത്തോളം എത്തിയിട്ടില്ല. ഞാനതുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോഴും. അപ്പോൾ അത് വലിയ ഉപകാരമായിരിക്കും. പെൻഷൻ്റെ കാര്യമൊക്കെ തുക കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരം തന്നെ. മരുന്ന് മേടിക്കാനൊക്കെ ഉപകാരപ്പെടും. പ്രഷർ ഷുഗറൊക്കെ ആയിട്ട് മാറുമല്ലോ ഈ 50-60 വയസ്സൊക്കെ ആകുമ്പോൾ. വലിയ ഉപകാരമായിരിക്കും അത്. നല്ല കാര്യമായിട്ടാണ്. എനിക്ക് അതിന് പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. ബസ് യാത്ര അത് കുറച്ച് ഞങ്ങൾക്കൊരു ലാഭമായി പോയി. ഇപ്പം ഞങ്ങൾ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പം നമുക്ക് കുറച്ച് ലാഭമായി പോയി. നന്നായിട്ട് കാണുന്നു. ഞാൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒന്നുമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതല്ല, അങ്ങനെയുള്ള ഒരു സർക്കാർ കൊടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അല്ലാതെ വാക്കാൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ഏതെങ്കിലും ഒന്നൊക്കെ നടത്തട്ടെ, അതല്ലേ നല്ലത്. അറിയില്ല ഏട്ടാ, പറഞ്ഞോ ഇല്ലയോ? പിന്നെ അറിയില്ല, പറഞ്ഞോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. നല്ല അഭിപ്രായമാണ്. 3000 എന്നല്ല, ശരിക്കും അതിൽ കൂടുതൽ കൊടുക്കാം. കാരണം നമ്മുടെ ഇതിൽ ഇത് വെറുതെ ആവശ്യമില്ലാണ്ട് ഉള്ള അഴിമതി മുഴുവൻ നടത്തിയിട്ടല്ലേ ഈ ഫണ്ട് വരാത്തത്. ഖജനാവിലെ പൈസ മുഴുവൻ അടിച്ചു മാറ്റിയല്ലേ, പിന്നെ എങ്ങനെ ഉണ്ടാവും? അതല്ലാതെ നല്ലൊരു ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ 3000 അല്ല 4000 രൂപ വരെയും കൊടുക്കാനുണ്ടാവും. KSRTCക്ക് കർണാടകയിൽ അവിടെ ഇവിടെയൊക്കെ എന്താ ബസ് ചാർജ് എല്ലാം ഇതിലല്ലേ. ഇവിടെ എന്തുകൊണ്ടാണ് ഇല്ലാത്ത? ഇവിടുത്തെ ഈ അഴിമതി കൊണ്ട് അല്ല വേറെ എന്താ? നല്ല തീരുമാനമായിട്ട് കാണുന്നത്. എനിക്ക് രാഷ്ട്രീയമായിട്ട് വലിയ ബന്ധമില്ല. നല്ല കാര്യമായിരിക്കും വന്നു പോയി കഴിഞ്ഞാൽ. സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ശരിക്കും ഇവിടെ സംരംഭം കൂടുതലാണല്ലോ. ഇപ്പോൾ സ്ത്രീകൾക്ക് നല്ല ആണുങ്ങളെക്കാട്ടും കൂടുതൽ സ്ത്രീകൾക്കാണ് ഇവിടെ. നിയമങ്ങൾ വരെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അത് നല്ല കാര്യമായിരിക്കും. 5 ലക്ഷം. എനിക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാൻ അറിയില്ല. കാരണം രാഷ്ട്രീയമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. സാർ, ഇത് നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന പോലല്ലേ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കോമൺ ആയിട്ട് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നടത്തിയാൽ വിജയമാണ്. നമ്മളെല്ലാവരും കോമൺ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പൊതുവേ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് എല്ലാവരും വേണമെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് സമൂഹത്തിൽ എല്ലാവർക്കും നല്ലത് ചെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഫ്രീ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു, ഇപ്പോൾ കോളേജിൽ നമ്മൾ പോവുകയാണെങ്കിലും അത്യാവശ്യം എക്സ്പെൻസ് ഇല്ലാണ്ട് പോകാൻ പറ്റും.